നമ്മളെ ബാധിക്കുന്ന അൺവാണ്ടഡ് എനർജീസിനെ പറ്റിയാണ്. അതുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇതിപ്പോൾ ആത്മീയമായ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഞാൻ പൊതുവെ ഈ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. സാധാരണ ആളുകൾക്ക് ഉണ്ട്, പക്ഷെ കൂടുതലായിട്ട് കാണുന്നത് ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ, മന്ത്രജപങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ ക്രിയായോഗ അല്ലെങ്കിൽ മറ്റുള്ള ഏത് വിധത്തിലുള്ള പ്രാക്ടീസുകളായാലും എല്ലാം ആത്മീയമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പം അത്തരം ടോപ്പിക്കുകളിൽ പോകുന്ന ആളുകൾ, ക്ഷേത്രങ്ങളിൽ പോയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു ഇഷ്യൂ ഞാൻ കണ്ടത്. പിന്നെ മറ്റുള്ള ഹീലേഴ്സ്, അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനർജി ഹീലേഴ്സ്, ഒരുപാട് എനർജി ഹീലേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. റേക്കി, പ്രാണിക് ഹീലിംഗ്, അങ്ങനെ നിരവധി എനർജി ഹീലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. കാരണം ഞാനൊരു ബേസിക്കായിട്ട് ഞാനൊരു റെക്കിയുടെ ഒരു മാസ്റ്ററാണ്. 24 വർഷമായിട്ട് ഞാൻ റെക്കി പഠിപ്പിക്കുന്ന ആളാണ്. റെക്കിയുടെ ക്ലാസ്സുകളും ഹീലിങ്ങും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ടോപ്പിക്കിലേക്ക് ഞാൻ ചെന്നെത്തിയതും ഈ ഒരു ഫീൽഡിലൂടെ കടന്നു വന്നുകൊണ്ടാണ്. അങ്ങനെയാണ് ഞാൻ അൺവാണ്ടഡ് എനർജിയുടെ സ്വാധീനം നമ്മളിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത്. കാരണം നമ്മൾ റെക്കി പഠിപ്പിക്കുമ്പോഴൊന്നും ഈ ഒരു ഭാഗത്തെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു, നമ്മളെ ഹീൽ ചെയ്യുന്നു, മറ്റുള്ളവർ ഹീൽ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളുടെ ഹീലിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ ഈ കാര്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ മറ്റു ആളുകളെ നമ്മൾ ഹീൽ ചെയ്യുമ്പോഴും അവരിലുള്ളതായ അൺവാണ്ടഡ് എനർജികൾ ചിലപ്പോൾ റിലീസായി പോകും. പക്ഷേ അതിൻ്റെ ഒരു അംശം നമ്മളുടെ ശരീരത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തെല്ലാം പ്രശ്നം നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാലും സാധ്യതകളുണ്ട്. കാരണം പ്രപഞ്ചത്തിൻ്റെ നിയമം അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർജ്ജത്തിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധിക്കില്ലെന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. അത് തന്നെയാണ് ഇതിനകത്തും, അത് കറക്റ്റ് തന്നെയാണ്. അപ്പം ഇതെങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകൾ, അതിനെപ്പറ്റി ആദ്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അതിനെപ്പറ്റി ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയേക്കും. കാരണം ചിലപ്പോൾ നിങ്ങളിൽ ആ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നൊരു പ്രോബ്ലം എന്താ വെച്ചാൽ വിട്ടുമാറാത്ത ഗ്യാസ്ട്രിക് പ്രോബ്ലം. ഇപ്പോൾ ഗ്യാസ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒക്കെ ചെറിയ ഇതിലൊക്കെ ഉണ്ടാവും. അതൊരു കുഴപ്പമുള്ള സാധനം എന്ന് പറയാനൊന്നും പറ്റില്ല. ചെറിയ ഇതിലൊക്കെ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ചില സാധനം ഉരുളക്കിഴങ്ങ് ഉഴുന്ന്, അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും എല്ലാ വർഷവും പറ്റില്ല. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് കണ്ടെത്തി കഴിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അൺവാണ്ടഡ് എനർജി നമ്മുടെ ശരീരത്തിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ഇത് മാറത്തില്ല. എന്നുവെച്ചാൽ മെഡിസിൻ കഴിക്കുന്നു, കുറയുന്നു, പിറ്റേ ദിവസം വീണ്ടും വരും, 2 ദിവസം വീണ്ടും വരും. അതിന് മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കാം. ഇത് കുറയുന്നു, കൂടുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദായിയായിട്ട് നമുക്ക് അതിനകത്തൊരു മോചനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. എന്ന് വെച്ചിട്ട് എല്ലാ ഗ്യാസ്ട്രിക് പ്രോബ്ലവും ഇതുകൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും മോശപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ഇടവന്നാൽ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ഫുഡ് പോയ്സണിങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമാനമായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത് ഇതിൻ്റെ ഒരു രീതിയിലേക്ക് നിങ്ങൾ കൂട്ടരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, സ്ഥായിയായ ഗ്യാസ്ട്രിക് പ്രോബ്ലം അതുണ്ടെങ്കിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴുത്ത്, നമ്മുടെ ഈ പിൻകഴുത്ത്, ഈ ഭാഗത്ത് ഭയങ്കരമായ സ്റ്റിഫ്നെസ് ഉണ്ടാകുക എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുക, കഴുത്ത് അങ്ങോട്ട് തിരിക്കാൻ പറ്റാണ്ട് വരിക, ഭയങ്കര ഭാരം കയറ്റി വെച്ചേക്കുള്ള ഫീലിംഗ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അവിടെ ഞാൻ പറയണം, നിങ്ങൾക്ക് തലനീറക്കം ഉണ്ടോയെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സമയത്തല്ല കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കഴുത്ത് പെടലി വേദന വരാം. അത്
ഇതായിട്ട് കണക്കാക്കുകയും ചെയ്യരുത്. കാരണം ഞാനിങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീഴ്ച ചെയ്യുമ്പോൾ ആളുകൾ പല ചോദ്യങ്ങളും ചോദിക്കും, അല്ലെങ്കിൽ പല കമൻറ്റുകളും നിങ്ങൾ പറയും. അപ്പോൾ അതുകൊണ്ട് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇതിന് മറുപടി പറയുന്നത്. കാരണം എല്ലാം ആ രീതിയിലാണെന്ന് വിചാരിക്കരുത്. പക്ഷേ ഇത് പർട്ടിക്കുലർ സംഗതിയാണ് എന്ന് വെച്ചാൽ വിട്ടുമാറാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ഇങ്ങനെ സംഭവിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് പറയുന്നത്. ഞാൻ ഒത്തിരി ആൾക്കാർക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു അൺവാണ്ടഡ് എഞ്ചിനെ റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ടെക്നിക്സുകൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ റിലീസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഈ 2 പ്രശ്നങ്ങളും ഒത്തിരി ആൾക്കാർക്ക് മാറിപ്പോട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് വയറിൻ്റെ പ്രശ്നം 2. പിന്നെ ചിലർക്ക് കാലിനുള്ളിൽ ഭയങ്കരമായ വേദന വരും. എന്ന് വെച്ചാൽ ഈ കത്തിയെല്ലാം കുത്തി കയറ്റുന്ന പോലത്തെ പെയിൻ അങ്ങനെ കാണാറുണ്ട്. പിന്നെ മൊത്തത്തിൽ ആ കാലിലൊരു ഹെവിനെസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഹാങ്ങായിട്ട് എന്തോ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ ഫീൽ കാലിനകത്ത് അതുണ്ടാവും. പിന്നെ കണ്ണിൻ്റെ അകത്ത് ഒരു വേദന ചിലർക്ക് കണ്ടുണ്ട്, കണ്ണ് എരിയുന്ന പോലത്തെ ഒരു ഫീലിംഗ്. പിന്നെ നമ്മുടെ ഈ ഹാർട്ട് ചക്ര ഇവിടെ ഇങ്ങനെ എന്തൊരു കല്ല് കയറ്റി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അതും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത് ഇതേപോലെ വേദന ചിലർക്ക് തായികേട്ടുണ്ടാവും. അത് എന്തെല്ലാം നമ്മൾ മരുന്ന് കഴിച്ചാലും മാറത്തില്ല, അതങ്ങനെ നിൽക്കും. ചിലപ്പോൾ ഇടത്ത് സൈഡിലേക്ക്, ചില വലത്തിലേക്ക് മാറും. ഇങ്ങനെ മാറി പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. അൺവാണ്ടഡ് എനർജീസ് നിങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അത് സൂചനയായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനെ മാറ്റാനായിട്ടുള്ള ക്ലെൻസിങ് പരിപാടികൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അത് അല്ലെങ്കിൽ അറിവുള്ള ആളത്ത് പോയിട്ട് അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് ചോദിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അത് റിലീസ് ചെയ്ത് കളഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയതും നമ്മളുടെ ബോഡി ഫ്രീ ആയതും. മറ്റേത് എന്തോ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. എന്തോ ഒരു സാധനം ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന പോലൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. അതിനെ റിലീസ് ചെയ്ത് കളയാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തി എത്രയും വേഗത്തിൽ അതിനെ റിലീസ് ചെയ്ത് കളയുക. അവിടെ മുതൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലും മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ ഇങ്ങനെയുള്ള എനർജീസ് നമ്മുടെ ബോഡിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് ഫിസിക്കൽ ലെവലിൽ അത് എനർജി ലെവലിൽ അത് വരിക, നമ്മുടെ ഓറയിൽ അതിരിക്കും. പിന്നീട് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലോട്ട് പ്രവേശിക്കുന്നു. ഫിസിക്കൽ ബോഡിയിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലംസ് കൂടുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശാരീരികമായ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രഷർ വേരിയേഷൻസ്, അത്തരം കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി പല അസുഖങ്ങളും നമുക്ക് ഇതുമൂലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ഒരു പാരസൈറ്റ് അറ്റാക്ക് പോലെ, ഒരു പാരസൈറ്റ് ഉണ്ടാവുക അതുപോലെ ഒറ്റവാക്കി പറഞ്ഞാൽ അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധാപൂർവ്വം അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.